വേട്ടക്കാരനാ? ഇവൻ പാലായിൽ നിന്ന് കുത്തേഴ്സ് ഉണ്ടാക്കി കുറ്റിയും പറിച്ച് വന്നവന്നാ കേട്ടെ. ഈ കാണുന്ന പോലെയൊന്നും അല്ല, അതിന്റെ സ്വഭാവം മുഴുവൻ മാവടക്കാം. പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? പോത്തുചെവിയുടെ മോളെ പ്രേമിക്കാൻ ധൈര്യമുണ്ടോ? നീ ചൂടും കാലിൽ കാറ്റായി വെണ്ണിൽ മെയ്യാൽ വീശും പ്രേമച്ചൂര. ആദ്യത്തെ പൊതുപുഴയ്ക്ക് വേട്ടക്കാരെ കാടുകൾ സംഭവം കൊലപാതകം. ആരെയും സംശയമുണ്ടോ നിനക്ക്? അതെന്റെ പുറകെ തന്നെയുണ്ട്. തീ വീണത് കാട്ടിലല്ല, അപ്പന്റെ നെഞ്ചത്ത്. ഒത്തിരി സന്തോഷം ഇനി വേദിയില് ഞങ്ങളുടെ റേച്ചൽ ടീമിനും പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിനൊരു സ്പേസ് ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. എങ്ങനെ പോകുന്നു പ്രോഗ്രാംസ്? ഇഷ്ടായോ? എന്നാലും നിങ്ങള് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് റേച്ചലിന്റെ ഒരു ട്രെയിലർ കൂടി കാണാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പടം ഡിസംബർ 6-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവരും കഴിയുമെങ്കിൽ പോയി കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് മൂവി. ഞാൻ സെൻട്രൽ ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നൊരു സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിന് ഒടുവിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സിനിമയും ഇങ്ങനെ ഒരു കഥാപാത്രവും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഹ്യൂജ് ആണ്. അതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണ് നിൽക്കുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആനന്ദിനി ബാലയാണ്. ഡെബ്യൂ മൂവിയാണ് പുള്ളിക്കാരിയുടേത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒരു നല്ല വിഷനുള്ള ഒരു ആളാണ്. ആൻഡ് ആനന്ദിനി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പക്ക ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ മൂവി. ഒരു എന്താ പറയാ, ഒരു വെഞ്ചൻസും ആക്ഷനും ത്രില്ലറും ഒക്കെ ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന, ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി കാണുക. എന്നാണ് റിലീസ് ആവുന്നത്? ഡിസംബർ 6-നാണ് റിലീസ് ചെയ്യുന്നത്. യെസ്. ഓക്കെ.